ഹായ്, ഇന്ന് നമുക്ക് എങ്ങനെയാണ് സദ്യ സ്പെഷ്യൽ മീൻ കറി ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ വയ്ക്കാം. അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ഇതിൻ്റെ വെളിച്ചെണ്ണ കട്ട പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് കുറച്ച് കടുകിടാം. അപ്പോൾ കടുക് ഏകദേശം ഒന്നായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇടാം. ഉലുവയും കടുകൊക്കെ ഏകദേശം പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിലോട്ട് മുളക് ഒരു 2 എണ്ണം ഇടാം. അപ്പം മുളക് വലിയതാണെങ്കിൽ അത് മുറിച്ചിട്ട് ഇടണം കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ മൂക്കണം. ആ മുളക് നല്ലപോലെ ഇങ്ങനെ ഒരു ബ്രൗണിഷ് കളറായി വരണം. അത് കഴിഞ്ഞിട്ടാണ് അതിലോട്ട് നമുക്ക് ഇഞ്ചി ഇടാം. പിന്നെ കുറച്ച് ഗാർലിക്ക് ഒരു 5-6 എണ്ണം മതിയാവും. ഒരു കുഞ്ഞിതാണെങ്കിൽ കുറച്ചധികം എടുക്കണം കേട്ടോ. പിന്നെ ഗ്രീൻ ചില്ലി ഒരു 2 എണ്ണം ഇടാം. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ വഴറ്റുക. കുറച്ച് വേപ്പില ഇടാം, കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ടാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ വഴറ്റുക. ഇതിലോട്ട് നമ്മൾ ഒരിക്കലും ഉള്ളിയും സബോളയൊന്നും ചേർക്കില്ല. അതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് കേടായി പോകും. ഇത് സദ്യക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പോലത്തെ മീൻ കറിയാണ്. അപ്പോൾ അവരത് ചേർക്കാറില്ല. അപ്പോൾ അത് 2-3 ദിവസം കേടാവാതെ ഇരിക്കും. അപ്പോൾ അത് നല്ലപോലെ ഇളക്കുക. അത് ഗോൾഡൻ ബ്രൗൺ ആവുന്ന പോലെ, അതിലിങ്ങനെ പച്ചമണം മാറുന്ന പോലെ, ആ ഗാർലിക്കിൻ്റെയും ആ ജിഞ്ചറിൻ്റെയും ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഇട്ട് ഇളക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ അമർത്തുക മോർ റെസിപ്പീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. അത് ഇടണമെന്നില്ല. അത് ഇട്ടിട്ടുണ്ടെങ്കിൽ കറിക്കൊരു കുഞ്ഞി മഞ്ഞ കളർ വരും. പക്ഷേ മഞ്ഞ കളർ വരാതിരിക്കാൻ ചിലരത് ഇടാറില്ല. നല്ല റെഡ് കളറായിട്ടിരിക്കും. അപ്പോൾ ഇനി നമുക്കതിലോട്ട് 2 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. അത് കഴിഞ്ഞിട്ട് ചില്ലി പൗഡർ ഇടാം. ചില്ലി പൗഡർ കൂടുതൽ ഇടണം കേട്ടോ, 3.5 സ്പൂൺ. എനിക്ക് എരിവ് അധികമായതുകൊണ്ട് അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാറില്ല, എനിക്ക് എരിവ് ഇഷ്ടമുള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് അധികം വേണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ചേർക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഇളക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരണം. അതേവരെ നമ്മൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ഉലുവപ്പൊടി ഇടണം. ഉലുവപ്പൊടി ഞാൻ ഇടുന്നത് അത് പൊടിച്ചതാണ്, ചൂടാക്കിയിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് കുറച്ചൊരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതിയായിരിക്കും. അതിലിട്ടിട്ട് ഇതിൻ്റെ കൂടെ ഇടാം. കുറച്ച് 1/4 ടീസ്പൂൺ നമ്മൾ അവസാനത്തേക്ക് ഇടാൻ വേണ്ടി മാറ്റി വയ്ക്കും. എന്നിട്ട് അത് നല്ലപോലെ ഇളക്കാം. ഇപ്പോൾ ഏകദേശം ഇത് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട്. ഇനി ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. കുറച്ച് 4-5 കൊടംപുളി സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ കുറച്ച് വെള്ളം ഒഴിക്കാം. കൊടംപുളിയും ഇടാം, 3-4 എണ്ണം. ആവശ്യത്തിനുള്ള കൊടംപുളി ഇടണം. ആദ്യം ഒരു 4-5 എണ്ണം ഇട്ട് നോക്കിയിട്ട് പിന്നെ മീനനുസരിച്ചുള്ള കൊടംപുളി നിങ്ങൾ ചേർക്കണം. എന്നിട്ട് ആ വെള്ളം, ഈ മല്ലി മുളകും ഒക്കെ ഈ വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ വേവണം. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് നിങ്ങളത് നല്ലപോലെ ഇളക്കാം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് വരും. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതാണ് ആ കറിയുടെ ടേസ്റ്റ്. എന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഏകദേശം അതെല്ലാം ആ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഓയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരാറായിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് തീ ഓഫ് ചെയ്യാം. എന്നിട്ടത് കൂളാവാനായിട്ട് മാറ്റി വയ്ക്കാം. അത് ഇപ്പം നല്ലപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് മീനിട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. സാധാരണ സദ്യക്കൊക്കെ മീൻ എടുക്കുമ്പോൾ മുള്ളില്ലാത്ത മീൻ എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ മുള്ളുള്ള ശേരി എന്ന് പറഞ്ഞ മീൻ എടുത്തിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് എനിക്കധികം ശരിക്കും മാരിനേറ്റ് ചെയ്യാൻ പറ്റില്ല, മുള്ളൊക്കെ ഇങ്ങനെ കയ്യിൽ കൊള്ളുന്ന കാരണം. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ മുള്ളില്ലാത്ത മീൻ എടുക്കണം. നല്ല ചൂര പോലത്തെ മീനോ കിങ് ഫിഷോ അങ്ങനത്തെ മീൻ എടുത്തിട്ട് ഇത് ചെയ്യാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അതെല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അത് കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് കുറച്ച് ആ പുളിവെള്ളം ഉണ്ടല്ലോ അത് കുറച്ച് അതിലോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്യാം.
അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അത് ശരിയായിട്ട് അതിലോട്ട് പിടിക്കുന്നത്. എന്നിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം മാറ്റി വെക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് അത് കൂളായിട്ട് വേണം, ആ മസാലയെല്ലാം തണുത്തിട്ട് വേണം ഇതിലോട്ട് തേച്ച് പിടിപ്പിക്കാനായിട്ട്. അപ്പം ഇതിലെല്ലാം തേച്ച് പിടിപ്പിച്ചു ഞാൻ. എന്നിട്ട് അത് കുറച്ച് നേരം മാറ്റി വയ്ക്കും. ഇനി നമുക്ക് ഒരു ക്ലേ പോട്ട് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് 2-3 സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുക്കാം. അപ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോഴാണ് അതിന് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇനി നമുക്കത് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് വേപ്പില, തണ്ടോട് കൂടിയ വേപ്പില അത് ഇടണം. അത് 2-3 എണ്ണം, 3-4 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം. എന്നിട്ട് ഈ മാരിനേറ്റ് ചെയ്ത ഈ ഫിഷ് അതിലോട്ടിടാം. അപ്പം അതിലോട്ടിട്ടിട്ട് ഇനി നമ്മുടെ കയ്യിൽ ബാക്കി വരുന്ന ആ വെള്ളം ഉണ്ടല്ലോ, ആ ബാക്കി വെച്ചിരുന്ന കുടംപുളിയിട്ട വെള്ളം, ആ വെള്ളം നമുക്ക് അതിലോട്ട് ഒഴിക്കാം. ശരിക്കും ഇതിലോട്ട് കുറച്ച് വെള്ളമാണ് എല്ലാവരും ഒഴിക്കാറുള്ളൂ. പക്ഷെ എനിക്ക് ചാറ് വേണം, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കും. പക്ഷെ സദ്യക്കൊക്കെ നമ്മൾ ശരിക്കും വിളമ്പുമ്പോൾ കുറച്ച് ചാറ് ഉണ്ടാവുള്ളൂ, നല്ല കുറുകിയിരിക്കും. അവർ കുറച്ച് വെള്ളം ഒഴിക്കുള്ളൂ. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം അത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുടിക്കാം. എന്നിട്ട് ഇപ്പോൾ കറി റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവസാനം ബാക്കി വരുന്ന ഉലുവ അതിലോട്ട് ഇട്ട് കൊടുക്കുക, ഉലുവപ്പൊടി, പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിലും കുറച്ച് കറി ലീവ്സും കൂടെ അതിലോട്ട് ഇട്ടിട്ട് കുറച്ച് നേരം മൂടി വെച്ച് കഴിയുമ്പോൾ കറി റെഡി ആയിട്ടിരിക്കും നമ്മുടെ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ ബൈ ബൈ.